ആഡംബര കപ്പലിൽ ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് 3 പേർ മരിച്ചതിന് പിന്നാലെ കൂടുതൽ പേർക്ക് രോഗബാധയെന്ന റിപ്പോർട്ട് കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് പിന്നാലെ രോഗം സ്ഥിരീകരിച്ച 2 പേരെ നെതർലൻഡിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടന കപ്പലിലുണ്ടായ രോഗവ്യാപനം നിയന്ത്രിക്കാനുള്ള അടിയന്തര നിരീക്ഷണവും ആരംഭിച്ചു. ഇപ്പോഴും 100-ലധികം യാത്രക്കാർ കപ്പലിൽ തുടരുകയാണെന്നും അവരുടെ ആരോഗ്യനില നിരന്തരം വിലയിരുത്തുകയാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ US-ലേക്ക് മടങ്ങിയ ചില യാത്രക്കാരെ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കപ്പലിലുള്ള 17 അമേരിക്കൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ അടിയന്തര പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഒറിഗണിലെ ബെൻഡ് സ്വദേശിനിയായ അമേരിക്കൻ യാത്രക്കാരിയുടെ കുറിപ്പ് പ്രകാരം കപ്പലിൽ യാത്രക്കാരും ജീവനക്കാരും ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി. അതിനിടെ വെർജീനിയ ആരോഗ്യ വകുപ്പ് കപ്പലിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ അമേരിക്കയിൽ തിരിച്ചെത്തിയതായി സ്ഥിരീകരിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും നിരീക്ഷണം തുടരുകയാണെന്ന് വകുപ്പ് അറിയിച്ചു. അരിസോണ, കാലിഫോർണിയ, ജോർജിയ, ടെക്സാസ്, വെർജീനിയ എന്നിവിടങ്ങളിലായി കുറഞ്ഞത് 7 പേർ ഇപ്പോൾ ഹാൻഡ വൈറസ് ലക്ഷണങ്ങൾക്കായി നിരീക്ഷണത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കുമ്പോൾ കൊലയാളി വൈറസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ്. എന്താണ് ഹാൻഡ വൈറസ്? എങ്ങനെ പകരും? പ്രതിവിധി എന്താ? നമുക്ക് പരിശോധിക്കാം. എലിപ്പനി പോലെയുള്ള ഇതര ജന്തുജന്യ രോഗങ്ങളെ പോലെ തന്നെ അതീവ ജാഗ്രത അർഹിക്കുന്ന ഒന്നാണ് ഹാൻഡ വൈറസ്. എലികളിൽ നിന്നും മറ്റ് കരണ്ടുതിന്നി വർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഈ വൈറസ് പ്രധാനമായും മനുഷ്യരിലേക്ക് പടരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ വലിയ തോതിലുള്ള ഒരു പൊട്ടിപ്പുറപ്പെടൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്രൂയിസ് കപ്പലുകളിലും മറ്റും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധർ അതീവ ജാഗ്രതയിലാണ്. രോഗം ഗുരുതരമാക്കാനും ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകളിലേക്ക് നയിക്കാനും സാധ്യതയുള്ളതിനാൽ ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഡൽഹി CK ബിർള ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ അമിത് പ്രകാശ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഹാൻഡ വൈറസ് ബാധ അപൂർവമാണെങ്കിലും ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് മരണകാരണം വരെയാകാം. എലികളുടെ വിസർജ്യം, മൂത്രം, ഉമിനീർ എന്നിവയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ ഇവ കലർന്ന വായു ശ്വസിക്കുന്നതിലൂടെയോ ആണ് വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എലികളുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഉണങ്ങിയ വിസർജ്യങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മ കണങ്ങൾ വായുവിൽ കലരുകയും ഇത് ശ്വസിക്കുന്നത് വഴി രോഗം ബാധിക്കുകയും ചെയ്യും. രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ സാധാരണ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പനി പോലെ തോന്നിക്കുന്നവയാണ്. പനി, വിറയൽ, കടുത്ത തലവേദന, പേശിവേദന, ക്ഷീണം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാകുന്നത്. പുറംഭാഗത്തും കാലുകളിലുമുള്ള പേശികൾക്ക് അനുഭവപ്പെടുന്ന വേദന ഹാൻഡ വൈറസിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇതുകൂടാതെ വയറുവേദന, ഛർദി, തലകർക്കം എന്നിവയും രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. ആദ്യത്തെ 1-2 ആഴ്ചകളിൽ പനിയുടെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും പ്രകടമാകുക. ഇത് കൃത്യമായ രോഗനിർണയം നടത്തുന്നതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. സാധാരണ വൈറൽ പനി എന്ന് കരുതി പലരും ചികിത്സ വൈകിപ്പിക്കാറുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ലക്ഷണങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ തുടങ്ങും. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നതാണ് ഇതിന്റെ ഏറ്റവും മാരകമായ അവസ്ഥ. യൂറോപ്പിലും ഏഷ്യയിലും കണ്ടുവരുന്ന ചില ഹാൻഡ വൈറസ് ഇനങ്ങൾ വൃക്കകളെയാണ് ബാധിക്കുന്നത്. ഇതിനെ ഹെമറാജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കാനും രക്തസ്രാവം ഉണ്ടാകാനും ഈ അവസ്ഥ കാരണമാകും. ഹാൻഡ വൈറസ് സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാറില്ല. എങ്കിലും ആൻഡീസ് പോലുള്ള അപൂർവം ചില വൈറസ് വകഭേദങ്ങൾ അടുത്ത സമ്പർക്കത്തിലൂടെ പടരാൻ സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. കൃഷിപ്പണിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, ക്യാമ്പിന് പോകുന്നവർ, കീടനിയന്ത്രണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ എന്നിവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എലികൾ ധാരാളമായി ഉള്ള ഇടങ്ങളിൽ മാസ്കും ഗ്ലൗസും ധരിക്കാതെ ജോലി ചെയ്യുന്നത് അപകടകരമാണ്. എലികൾ നക്കിയ ഭക്ഷണം കഴിക്കുന്നതും അപൂർവമായ രോഗത്തിന് കാരണമായേക്കാം. എലികളുടെ കടിയേൽക്കുന്നത് വഴിയും വൈറസ് ശരീരത്തിലെത്താം. എന്നാൽ വായുവിലൂടെ പകരുന്നതാണ് ഏറ്റവും സാധാരണമായ മാർഗം. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കൽ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഉണങ്ങിയ ചാണകമോ എലി വിസർജ്യമോ തൂത്തുവാരുന്നത് വായുവിൽ വൈറസ് കണങ്ങൾ നിറയാൻ കാരണമാകുമെന്ന് തിരിച്ചറിയണം. ഹാൻഡ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും ലഭ്യമായിട്ടില്ല. രോഗബാധയ്ക്ക് പ്രത്യേക ആന്റിവൈറൽ മരുന്നുകളും നിലവിലില്ല. പകരം രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും ശ്വസന സഹായവുമാണ് നൽകി വരുന്നത്. രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നത് ചികിത്സാ ഫലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
എലികളുമായി സമ്പർക്കം ഉണ്ടായ വിവരം ഡോക്ടറോട് വെളിപ്പെടുത്തുന്നത് രോഗനിർണയം വേഗത്തിലാക്കാൻ ഉപകരിക്കും. സാധാരണ പനിയാണെന്ന് കരുതി വീട്ടിലിരുന്ന് ചികിത്സിക്കുന്നത് രോഗം ഗുരുതരമാകാനിടയാക്കും. പ്രതിരോധമാണ് ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചികിത്സ. വീടിനുള്ളിലും പരിസരത്തും എലികൾ വരാത്ത സാഹചര്യം ഒരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വീടിന്റെ ചുവരുകളിലോ വാതിലുകളിലോ ഉള്ള വിള്ളലുകൾ അടയ്ക്കുക വഴി എലികൾ അകത്ത് പ്രവേശിക്കുന്നത് തടയാം. മാലിന്യങ്ങൾ കൃത്യസമയത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എലികൾ പെരുകുന്നത് തടയാൻ സഹായിക്കും. എലികളുടെ വിസർജ്യം നേരിട്ട് തൊടുന്നത് ഒഴിവാക്കണം. എലികളുള്ള ഇടങ്ങൾ വൃത്തിയാക്കുമ്പോൾ വാക്യൂം ക്ലീനറോ ചൂലോ ഉപയോഗിക്കുന്നതിന് പകരം അണുനാശിനിയോ ബ്ലീച്ചിങ് ലായനിയോ തളിച്ച് നനച്ച ശേഷം വൃത്തിയാക്കുന്നതാകും ഉചിതം. വൃത്തിയാക്കുന്നതിന് മുൻപായി അണുനാശിനി തളിച്ച് അല്പസമയം കഴിഞ്ഞ് മാത്രം ബാക്കി ജോലികൾ ചെയ്യുക. വൃത്തിയാക്കിയ ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. ഉപയോഗിച്ച ഗ്ലൗസും മാസ്കും സുരക്ഷിതമായി നശിപ്പിക്കണം. നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് വായുസഞ്ചാരം കുറഞ്ഞ ഇടങ്ങളിലും ഗ്രാമീണ മേഖലകളിലുമാണ് ഈ വൈറസ് ബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ ശുചിത്വം പാലിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. സർക്കാർ തലത്തിലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുന്നത് ഇത്തരം പകർച്ചവ്യാധികൾ തടയാൻ സഹായിക്കും. വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ഭാവിയിൽ ഇതിന് കൃത്യമായ മരുന്നോ കുത്തിവെപ്പോ ലഭ്യമായേക്കാം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അറിവും ജാഗ്രതയുമാണ് നമ്മുടെ കവചം. പനി, പേശിവേദന, ശ്വാസമുട്ടൽ എന്നിവ എലികളുമായുള്ള സമ്പർക്കത്തിന് ശേഷം ഉണ്ടായാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം. അപൂർവമാണെങ്കിലും ഹൻഡ വൈറസ് ഉയർത്തുന്ന ഭീഷണിയെ നിസ്സാരമായി കാണരുത്. ആഗോളതലത്തിൽ ഈ രോഗം മൂലമുള്ള മരണനിരക്ക് കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരിസര ശുചിത്വവും എലികളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗങ്ങൾ. കൃത്യമായ അറിവും പ്രതിരോധ നടപടികളും ഉണ്ടെങ്കിൽ ഈ ഭീഷണിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും.